പൊങ്കാലൊക്കെ ആയിട്ട് അതെ, ആഘോഷത്തിലാണ്. ഓഫ്കോഴ്സ് നിങ്ങളൊക്കെ അറിഞ്ഞെത്തിയതിൽ സന്തോഷമുണ്ട്. ഞാൻ പൊങ്കാല ഇട്ടിട്ടില്ല, കാരണം ഞാൻ നോമ്പിലാണ്. ഞാനും എൻ്റെ കൂടെയുള്ളവരൊക്കെ നോമ്പിലാണ്. പക്ഷേ ഞങ്ങളുടെ സുഹൃത്തുക്കള് മറ്റു ജില്ലയിൽ നിന്ന് വന്നവർക്ക് എൻ്റെ വീട് ഇവിടെ ആണല്ലോ, നമ്മൾ ട്രിവാൻഡ്രത്ത് മണക്കാടാണ്. ഞാനിപ്പോൾ താമസിക്കുന്ന ഈ ഫ്ലാറ്റിന് അവിടെ. അപ്പൊ ഇവിടെ താഴെ ഇടാൻ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവരെ സഹായിക്കുന്നു എന്നേ ഉള്ളൂ. പൊങ്കാല ഇട്ടിട്ടില്ലായിരുന്നു. ഭയങ്കര ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ നോമ്പുള്ളത് കൊണ്ട്, അതിനൊരു പരിമിതി ഉള്ളത് കൊണ്ട് ഇട്ടിട്ടില്ല. വർഷങ്ങളായിട്ട് ഞാൻ കഴിഞ്ഞ 2 വർഷത്തെ പൊങ്കാലയാണ് എനിക്ക് മറ്റു തിരക്കുകൾ ഉള്ളത് കൊണ്ട് മിസ്സായത്. പക്ഷേ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ഈ നോമ്പും പൊങ്കാലയൊക്കെ അടുത്ത് വരുന്നത് ഇപ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് പൊങ്കാല ഇടുക എന്നുള്ളത്. ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ട്രിവാൻഡ്രംകാർക്ക് ഇതൊരു ഒരു മത കൾച്ചർ അല്ല, മതപരമായിട്ടുള്ള ഒരു വിഷയമല്ല. പക്ഷെ ഇത് ഇവിടുത്തെ എല്ലാവരും ആഘോഷിക്കും. എൻ്റെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ പൊങ്കാല ഇടുന്ന സമയത്ത് വീട്ടുകാരൊക്കെ അത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമ്മൾ പായസം കഴിക്കാറുണ്ട്. ഓഫ്കോഴ്സ് ഇന്നും നമ്മൾ അത് കഴിക്കും എന്നുള്ളതാണ്. കാരണം സുഹൃത്തുക്കളൊക്കെ ഇട്ട പായസം വീട്ടിൽ കൊണ്ട് കൊടുക്കണം. അപ്പൊ ഫ്ലാറ്റിന്റെ താഴത്തായിരുന്നു നമ്മൾ ഇത്തവണ സുഹൃത്തുക്കൾ പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നു. അടുത്ത വർഷം പറ്റുവാണെങ്കിൽ, നോമ്പില്ല എങ്കിൽ ഉറപ്പായിട്ടും പൊങ്കാല ഇടും. ഈ നോമ്പ് സമയത്തും അങ്ങനെ ഇല്ല, പ്രശ്നമില്ല. ഫാസ്റ്റിംഗ് ആണല്ലോ. നമ്മള് ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല എന്നില്ല. നോമ്പുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കാം. ഓഫ്കോഴ്സ് നമ്മൾ നോമ്പ് തുറക്കുന്ന മുമ്പ് ഭക്ഷണം ഉണ്ടാക്കുമല്ലോ. ഭക്ഷണം ഉണ്ടാക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ട്രിവാൻഡ്രംകാരെ സംബന്ധിച്ച് ഒരു ആഘോഷമാണ്, സന്തോഷമാണ്. അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ മുസ്ലിംസ് ആണ്. അവരൊക്കെ നോമ്പിലാണ്. ഞങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം അത്താഴത്തിന് എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് പൊങ്കാലിടാൻ താഴേക്ക് പോകുന്നു, ഞങ്ങൾ ഒപ്പം പോകുന്നു, ഞങ്ങൾ അവരെ സഹായിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ്. അതാണ്, നിങ്ങൾ സഹായിച്ചതിനെ കുറിച്ച് വിശ്വാസമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ആൾക്കാർ പെട്ടെന്ന് ചിന്തിക്കാൻ ഞാൻ പൊങ്കാലിട്ടോ എന്നുള്ളത് അല്ല. ഞാൻ രാവിലെ ഉണ്ടായിരുന്നു. അല്ല, ഈ കുറച്ച് ദിവസമായിട്ട് വീഡിയോസിലൊക്കെ ഭയങ്കര കുക്കിംഗ് വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. അതെ, എന്നെ ആൾക്കാർ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ അത്യാവശ്യം ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ നോമ്പ് തുറക്കാനായിട്ട് ഒരു സംഭവം ഉണ്ടാക്കിയതിന്, തരിക്കൻ ഉണ്ടാക്കിയതിന്. അപ്പൊ അത് ആൾക്കാർ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ അങ്ങനെ കാണാൻ. ഓഫ്കോഴ്സ് ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ്, എൻ്റെ വീട്ടിൽ അങ്ങനെയാണ്, ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ അങ്ങനെയാണ്. പക്ഷെ എല്ലാം ഉള്ള ഒരു മനുഷ്യനും കൂടിയാണ് ഞാൻ. അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു കൃത്യമായിട്ട് ഇങ്ങനെ നടക്കണമെന്ന് സമൂഹം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അല്ലാതെ ഇഷ്ടമാണ്. അങ്ങനെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഞാൻ മുസ്ലിം, അറിയാലോ. ഓഫ്കോഴ്സ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ആ ഒരു കൾച്ചർ ഉള്ള ഒരാൾ തന്നെയാണ്. പക്ഷെ ഇത്തരം സന്തോഷങ്ങളുടെ ഭാഗമാകാറുണ്ട് എന്നുള്ളതാണ്. ഉണ്ട്, ഞാൻ ഇട്ടിട്ടുണ്ടോ? എനിക്ക് എൻ്റെ ഒരു അറിവിലൊരു 6 അത് ആറ്റുകാൽ പൊങ്കാല മാത്രമല്ല, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പഴഞ്ചിറ ദേവീക്ഷേത്രത്തിൽ ഒക്കെ അതിന്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പൊങ്കാല ഇട്ടിട്ടുള്ളത് വളരെ റീസെന്റ് ഒരു 8 വർഷത്തിനിടയിൽ കുറച്ച് തവണ ഇട്ടിട്ടുണ്ടെന്നുള്ളതാണ്. പുതിയ വിശേഷം എന്നുള്ളത്, ഞാൻ ന്യൂസ് 8 വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ന്യൂസ് റീഡിങ് ചെയ്യുന്നുണ്ട്. സിനിമകൾ കുഴപ്പമില്ലാതെ ചെയ്തു പോകുന്നുണ്ട്. ഈ വർഷം ഒരു 3 ഇറങ്ങാനുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കുറച്ച് സിനിമകളൊക്കെ ഉണ്ട്. സപ്പോർട്ട് ഉണ്ടാവണം. പിന്നീട് നമ്മൾ ഈ പ്രോഗ്രാമും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. പൊതുവെ അത് സത്യം ഭയങ്കര സന്തോഷം. നെഗറ്റീവ് കമന്റ്സിന്റെ വലിയൊരു കുറവ് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി, പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ളത്. അത് അത്രേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞാൽ നന്നാകും എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് തെറ്റിപ്പോയി. അങ്ങനെ നന്നാവാനായിരുന്നെങ്കിൽ പണ്ടേ ഞാൻ നന്നാവുമായിരുന്നു. അല്ല, ഓഫ്കോഴ്സ് ആലോചിക്കും. ഈ കമന്റ് ഇടുന്നവർ തെറി വിളിച്ച് കമന്റ് ഇടുമ്പോഴത്തേക്ക് ഇതിന് മുമ്പ് എൻ്റെ വീട്ടിലുള്ളവർ, ഉള്ളവരെന്നെ പറഞ്ഞ് മനസ്സിലാക്കി ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അത് അന്ന് ശരിയാകാത്ത ഞാൻ ഇപ്പം അത് നന്നാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നന്നാവില്ല. നിങ്ങളുടെ കൺസെപ്റ്റിൽ ഞാൻ ഓൾറെഡി നല്ലതാണ്. പക്ഷെ നിങ്ങളുടെ കൺസെപ്റ്റിൽ നന്നാവാനായിട്ട് ഞാൻ ഇങ്ങനെ പ്ലാനില്ല. അപ്പൊ അതുകൊണ്ടാണ് തോന്നുന്നത് തെറിവിൽ ഭയങ്കര കുറഞ്ഞു അല്ലേ. അപ്പൊ ഓഫ്കോഴ്സ് ഇതിൽ തെറിവിൽ ഉണ്ടാവും. ഇത് പറഞ്ഞോണ്ട് ഇതെന്തായാലും ഉണ്ടാവും. അല്ല, അപ്പൊ ഞാൻ ആ സമയത്ത് നമ്മളിങ്ങനെ ഓരോ നെഗറ്റീവ് കമന്റുകളൊക്കെ പറഞ്ഞ്, പിന്നെ ജാസിനെ ഇങ്ങനെ പേര് വിളിച്ച് കളിയാക്കണൊക്കെ പറഞ്ഞ സമയത്ത് അപ്പൊ അവര് പറയണ്ടായി, നാദിറൊക്കെ ബിഗ് ബോസ് പോയതിനു ശേഷമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു കമ്മ്യൂണിറ്റിക്ക് തന്നെ ഒരു ഭയങ്കര ഗുണം ചെയ്തെന്ന് പറയുന്നത്. അത് കേട്ടായിരുന്നോ? ഞാൻ കണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാരും പറയാറുണ്ട് ഇപ്പം പൊതുവെ ഒരു കൺസെപ്റ്റിനൊക്കെ ബ്രേക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. അതിന് ശേഷമുള്ള ജേർണിയും അതും എടുത്തു പറഞ്ഞു. ബിഗ് ബോസിന് ശേഷം അത് എങ്ങനെ മാനേജ് ചെയ്തു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അപ്പൊ അതും മാനേജ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഞാനെന്നല്ല, പൊതുവെ ജനറലൈസ് ചെയ്യപ്പെടുമ്പോഴത്തേക്കും എടുത്തു പറയുന്നത് ഞങ്ങൾ ഇങ്ങനെയാണ്. സാധാരണ ആളുകൾ ചിന്തിക്കുന്ന പോലും പ്രവർത്തിക്കുന്ന പോലെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകൾ തന്നെയാണ്. അതിന് സ്പെഷ്യലായിട്ട് കൺസിഡറേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കൺസെപ്റ്റ്, നിങ്ങളുടെ ഒരു സോക്കോൾഡ് ചിന്താഗതിക്ക് അപ്പുറത്തേക്ക് തന്നെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഈ 2 ജെൻഡർ എന്നുള്ളതിൻ്റെ അടുത്തൊക്കെ ബ്രേക്ക് ഇടുക എന്നുള്ളതാണ്. ഞാൻ എന്നുള്ള വ്യക്തിയാണ്. അപ്പൊ വ്യക്തിപരമായിട്ട് അക്സെപ്റ്റൻസ് അതായാലും മതി. നമ്മൾ അതാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ അടുത്തിരിക്കുന്നവൻ ഒരു മനുഷ്യനാന്നുള്ള പരിഗണനയാണ് നമുക്കും വേണ്ടത്. അല്ലാതെ ജെൻഡർ നോക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിങ് നോക്കിയിട്ടോ ഉള്ള പരിഗണനയല്ല.
പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ തെറിവിളികളിൽ ഏറ്റവും കൂടുതൽ വരുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ട്രാൻസ്ജെൻഡർ മനുഷ്യർക്കാണ് കൂടുതലുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതാണ് അവർക്ക് ബുദ്ധിമുട്ട് സഹിക്കാനുള്ളത്. അത് മതപരമായിട്ട് തന്നെ ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഇക്കാന്ന് അറിയാലോ എന്നെയൊക്കെ വിളിക്കുന്ന രീതി. അപ്പൊ അത് എപ്പോഴും ആ ഒരു കൾച്ചർ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. പക്ഷെ അവർക്കിടയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും പറയുമ്പോൾ ഞാൻ മുസ്ലിമാണ്, അഭിമാനത്തോടു കൂടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ തന്നെ ആൾക്കാർ പറയും അത് അങ്ങനെ തന്നെയാണ്. അവസാന നിമിഷം മരിക്കുമ്പോൾ ഷഹാദത്ത് കലിമ ചൊല്ലി തന്നെ മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പൊ പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്കും ഒരു ജീവിതം ഉണ്ടെന്ന്, ഞാനും അള്ളാഹും തമ്മിലുള്ള ബന്ധമുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ടൊരു ബോധമുണ്ട്. അത് മതി. അപ്പൊ ഇതൊക്കെ പറയുന്നത് നമ്മൾ ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായിട്ട് നിന്നിട്ടാണെന്നുള്ളതാണ്. ഭയങ്കര സന്തോഷമുള്ള നിമിഷമാണ്. അത് ഓഫ് കോഴ്സ് ആണല്ലോ. ഫ്രണ്ട്സ് വരുന്നു, ഒരു ഗ്യാതറിംഗ് നടക്കുന്നു, ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നോമ്പ് തുറക്കുന്നു, ഞങ്ങൾ അതിനുള്ള പ്രിപ്പറേഷനിലേക്ക് കടക്കുന്നു. ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് തിരുവനന്തപുരത്ത് ഭയങ്കര കൂടുതൽ ഞാൻ എടുത്തു പറയാലോ. ഇവിടത്തെ ഭീമാപള്ളി ഉറൂസ് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ഉറൂസാണ്. ഞാനടക്കം അല്ലെങ്കിൽ എല്ലാ മതത്തിലുള്ള ആൾക്കാരും പങ്കെടുക്കുന്നതാണ് ആറ്റുകാൽ പൊങ്കാല. നമ്മുടെ വലിയതുറയിലുള്ള നമ്മുടെ വലിയതുറ പള്ളിയിലുള്ള ഉറൂസ് അല്ലെ ചടങ്ങൊക്കെ ഭയങ്കര രീതിയിൽ ആഘോഷിക്കുന്നതാണ്. വലിയതുറയിലെ കുറെ നാളായി പോയിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. സീരിയസ്ലി അൺസേക്കബിൾ അല്ലേ? ആ അതെ, ഹോട്ടാണ്. എന്നെ പോലെ ഹോട്ടാണ് ക്ലൈമറ്റും അല്ലേ? പിന്നെ ഞാൻ താഴെ പോകും, മേളിക്ക് താഴെ പോകും. പിന്നെ AC ഉള്ളോട് പിന്നെ കുഴപ്പമില്ല, നമുക്ക് അടുത്തല്ലേ. ചൂട് സഹിക്കാൻ പറ്റുന്ന സമയത്താകുമ്പോൾ ജസ്റ്റ് എസ്കേപ്പ്. ഒറ്റ കാര്യമുള്ളൂ, ഞാൻ കുറേയൊക്കെ മറ്റേ ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുക്കുന്ന ഒരാളാണ്. അധികം നേരം ചൂടത്ത് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് കയറും, പിന്നെ ഒതുങ്ങി സൈഡിൽ മൂലയ്ക്ക് ഇരിക്കാൻ. എനിക്ക് പണിയെടുക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്, ഭയങ്കര മടിയാ. കൂടെ നിന്ന് സഹായിക്കുന്ന പോലെ അഭിനയിക്കുക, അത്രേ ഉള്ളൂ. അറിവില്ല. ശോഭ ഇട്ടിട്ടുണ്ടാവണമെന്ന് വിചാരിക്കുന്നു. ഇടും, എല്ലാ വർഷവും ഇടുന്നതാണ്. ഇത്തവണ കഴിഞ്ഞ വർഷം നമ്മൾ എന്തോ ഒരു കൊറോണയൊക്കെ കഴിഞ്ഞതിന്റെ ഒരു ആഫ്റ്ററിലൊക്കെ ആണ്. അതിന് മുമ്പൊക്കെ അങ്ങനെയല്ലേ? എനിക്ക് തോന്നുന്നു ഇതപ്പോ അതൊക്കെ മാറി പഴയൊരു അവസ്ഥയിലേക്ക്. പണ്ടത്തെ അവസ്ഥ ഇതല്ല എന്നുള്ളതാട്ടോ. എന്റെ വീടിന്റെ അപ്പുറവും കടന്നു പോകുന്ന ഒരു പൊങ്കാല ഇപ്പൊ എന്റെ വീടിന്റെ അവിടം വരെ എത്തിയിട്ടുള്ളൂ എന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ മണക്കാടാണ് താമസിക്കുന്നത്. അപ്പം അതാണ് ആ ഒരു വ്യത്യാസത്തിലേക്ക് നമ്മൾ പതിയെ മാറുന്നു എന്നുള്ളതാണ്. പിന്നെ സ്ത്രീകളുടെ ശബരിമലയൊക്കെ അല്ലേ, അപ്പൊ ആ ഒരു വിശ്വാസം. ഞാനിന്ന് വൈകിട്ട് പരിപാടിയാണെന്നൊക്കെ വരും. ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഉത്സവത്തിൽ പോയി കൊള്ളാനായിട്ടൊക്കെ. അത് എന്റെ കൂടെ മുമ്പേ വർക്ക് ചെയ്തിരുന്ന ഒരു കുട്ടിയാണ്. എന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടെ ഉണ്ട്. പിന്നെ എന്റെ ഒരു സുഹൃത്തും ഉണ്ട്. അപ്പൊ രണ്ടുപേരുണ്ട്. വിളിക്കട്ടെ? വിളിച്ചു. ആയോ ആൽഫി വായോ. ആൽഫി ഇപ്പം സൂര്യ ടിവിയിലെ പ്രേമപൂജ എന്നുള്ള സീരിയലിലെ ലീഡിങ് ഒരു ക്യാരക്ടർ നെഗറ്റീവ് റോള് ചെയ്യുന്നുണ്ട്. സന വർഷങ്ങളായിട്ട് എന്റെ കൂടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സന, ആൽഫി, മൂന്നുപേരെ കാണാൻ നല്ല ഭംഗി. ഇത് വളരെ സിമ്പിൾ മേക്കപ്പ് കൂടി നമ്മളതല്ലേ, നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളൊക്കെ സിമ്പിളാ. ഓക്കെ, അതാണ്. എനിക്ക് ഇതിന്റെ പൊക്കിയൊക്കെ പറയട്ടെ. അടി കൂടെ ഹോയ് 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 ഹോയ്. ഓക്കെ, പൊതുവെ അവള് ക്യാമറയുടെ പിറകില്ല മാത്രമേ ഉള്ളൂ. അതെ, നമ്മളെ കൊണ്ടുവരാഞ്ഞിട്ടാ. കൊണ്ടുവന്നാൽ എങ്ങനെ രക്ഷപ്പെട്ടു പോയാലോ. ചുമ്മാ കേട്ടോ. അവർക്ക് അങ്ങനെ പൊതുവെ ഒരു ഓൾറെഡി ഫേസ് ഒക്കെ ഓക്കെ ആണ്. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് സത്യം. ഇത്ര നാൾ ഇങ്ങനെയല്ല അവള് പറയുന്നത്. പിന്നെ എനിക്ക് ഡിമാൻഡ്സ് ഇല്ല, അതാണ് എന്റെ പ്രത്യേകത. അതെ അതെ അതെ, ഞങ്ങള് എന്താണോ ചെയ്തു കൊടുക്കുന്നത് അത് അക്സെപ്റ്റ് ചെയ്യും. ആണോ? അതെ. പരിസരം പഠിപ്പിക്കൂലേ? ചുമ്മാ മേക്കപ്പ് ആർട്ടിസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അതെ, ഞങ്ങള് മേക്കപ്പ് ആർട്ടിസ്റ്റിനപ്പുറത്തേക്ക് നല്ല സുഹൃത്തുക്കളാണ്. എന്റെ വീട്ടിൽ വന്ന് നിൽക്കുന്ന, അങ്ങനെ നിൽക്കാൻ ഓപ്ഷൻ ഒക്കെ കിട്ടുന്ന വളരെ ചുരുക്കം ആളുകളിൽ ഒരാളാണ്. വീട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടം രണ്ടുപേരാണ്. പിന്നെ ആൽഫി ഞാൻ മല്ലേ സൂര്യ ടിവിയിൽ സീരിയൽ ചെയ്യുന്നുണ്ട്. പറഞ്ഞോ. അസ്സലാമു അലൈക്കും. നെഗറ്റീവ് ഫീമെയിൽ റോളാ ചെയ്യണേ. അല്ല, എന്താ ക്യാരക്ടർ നെയിം? ടെസ്സയോ?
ഇപ്പൊ പേരറിയില്ലെന്ന് വെക്ക്. മൂന്നുപേരും നോമ്പാണല്ലേ? ആ, നോമ്പ്. സമയത്താണ്. അപ്പൊ മൂന്നുപേരും ഉണ്ടായിരുന്നല്ലേ ഇവിടെ ഒരു 6-7 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേര് നോമ്പെടുത്തു, ബാക്കിയുള്ളൊരു അരികയായിരുന്നു സാധനങ്ങൾ. നിങ്ങൾ കൂടെ ഇരുന്ന് കഴിച്ചു. ഇതൊക്കെ നോമ്പ് അത്തായിരുന്നു. എല്ലാം ഒരേ സമയത്ത് നടക്കുന്നത്. ഇപ്പൊ വൈകിട്ട് നിങ്ങള് നോമ്പ് തുറക്കും. നോമ്പ് തുറക്കും, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണേ. പിന്നെ ട്രിവാൻഡ്രംകാര് ഒരു വികാരമാണല്ലോ. ട്രിവാൻഡ്രാണോ? ആ, ട്രിവാൻഡ്രാണ്. അപ്പൊ അവിടെ എന്താണ് പൊങ്കാല എന്ന് പറഞ്ഞാല് അറിയാലോ. അറിയാം. ആളുണ്ട്. തരാന്ന് എനിക്ക് പറയുമ്പോ മറ്റേ ഓർമ്മ വരുന്നത് നമ്മുടെ അല്ലല്ല ബിഗ് ബോസിലെ അതന്നെ ഓക്കെ. നമ്മുടെ മിഥുന്റെ സന. അതൊക്കെ നമ്മൾ എല്ലാം വിട്ടു. ഇപ്പൊ സനയെ തുടക്കം പേര് കേൾക്കുമ്പോ പെട്ടെന്ന് ആൾക്കാർ ഈ കഥ പറയും. പ്രത്യേകിച്ച് ഞാനോട് കണക്റ്റഡ് ആണെങ്കിൽ ഇപ്പൊ ആ സനയല്ല കേട്ടോ, ഇവിടെ ജീവനോടുള്ള സനയാ, മരിച്ചിട്ടില്ല. ഓക്കെ. അപ്പൊ